സൊസൈറ്റിയുടെ അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഒരു പ്രിലിമിനറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചാർജ് ഷീറ്റ് പോലും കൊടുക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. SITക്ക് കഴിഞ്ഞില്ല. കോടതിയുടെ അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്കും വിശ്വാസികളായ ആളുകൾക്കും ഉത്കണ്ഠയുണ്ട്, പ്രതിപക്ഷത്തിന് ഉത്കണ്ഠയുണ്ട്. കാരണം ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കും എന്നുള്ള സംശയമുണ്ട്. ഒരു തെളിവ് SIT ശേഖരിക്കുന്നില്ല. ഇതുവരെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അനാവശ്യമായി കോടതി തന്നെയാണ് പറഞ്ഞത്. അനാവശ്യമായി തെളിവിന്റെ കണിക പോലും ഇല്ലാതെ തന്ത്രി അറസ്റ്റ് ചെയ്തെന്ന് പറയും. SIT തന്ത്രി അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് കോടതി എന്നോട് പറഞ്ഞത്. കോടതി തന്നെയാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് പറഞ്ഞത് കോടതി. അത് കോടതിയുടെ. പക്ഷേ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ മുഴുവൻ ആളുകളും പുറത്തിറങ്ങി. ഇനി വല്ല തെളിവുണ്ടെങ്കിൽ അവർ നശിപ്പിക്കുകയും ചെയ്യും. അവര് ചെയ്തല്ലോ. അതിന് ഇന്ന് എന്തൊക്കെ ന്യായീകരണമാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. ദേവസ്വം മന്ത്രി പ്രതിപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. പ്രതിപക്ഷം വല്ല തെറ്റും ചെയ്ത ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിലേക്ക് ഗവൺമെന്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് പ്രതിപക്ഷം ഭയങ്കര കുഴപ്പമാണെന്ന് പറയാണ്. കോടതിയിലൊക്കെ തോറ്റുപോയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് രണ്ടാമത് അവിടെ വലിയ കളവ് നടത്താൻ ശ്രമിച്ചതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടാണ് കോടതി പരാമർശം. അത് എനിക്കറിയില്ല. അവരുടെ ഏജ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. അത് അവര് പ്രൂവ് ചെയ്തിട്ട് അവർക്ക് ഏജ് ഉണ്ടോ ഇല്ലെന്ന്. പക്ഷെ ഇതൊക്കെ മന്ത്രിമാരൊക്കെ പോകുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് പോകണതല്ലാണ് അവർക്ക്. ഈ യുവതി പ്രവേശനത്തിലെ നിലപാട് മാറ്റമേ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. സംശയം എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഇതുവരെ ഞാൻ ചോദിക്കട്ടെ, UDF സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റ് കറക്റ്റ് ചെയ്തല്ലേ ഇവര്, അല്ലേ? മാറ്റിക്കൊടുത്തതല്ലേ? എന്നിട്ട് ആ അഫിഡവിറ്റ് ഇപ്പോ ഇത്രയും വർഷത്തിന് ശേഷം അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് പ്രതിപക്ഷം, ഞങ്ങൾ ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരാണ്, നവോത്ഥാന നായകന്മാരാണ്, പിന്നെ എന്താണ് വൻ മതില് കേരളത്തിലുണ്ടാക്കി, ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പായപ്പോ ഇട്ടത്തോടിയ ആ ഓടുന്ന ഓട്ടത്തിൽ പുല്ലുപോലും മുളയ്ക്കില്ല. പിണറായി വിജയനും കൂട്ടരും ഓടുവാണ്. പഴയ നിലപാടിൽ നിന്ന് പിന്തിരിച്ച് ഓടുകയാണ്. ആ ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ല. അത്ര വലിയ ഓട്ടമാണ് ഓടുന്നത്.